കേരളത്തിന്റെ സ്വപ്ന പദ്ധതി നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. രാജ്യം കാത്തിരിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് 3000 ദിവസമായിരിക്കുകയാണ്. ഈ വർഷം മേയിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. പദ്ധതിയുടെ 2ഉം 3ഉം ഘട്ടം 2028 പൂർത്തിയാക്കണമെന്ന പുതിയ നിർദ്ദേശം സർക്കാർ അദാനിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് 2015 ഡിസംബർ 5-നാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. 1000 ദിവസം കൊണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്ന ഗൗതം അദാനിയുടെ വാഗ്ദാനം പക്ഷേ നടപ്പിലായില്ല. പല കാരണങ്ങളാൽ വൈകിയ പദ്ധതി 2019 ഡിസംബറിൽ പൂർത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നെയും തടസ്സം നേരിട്ടു. ഓഖി ചുഴലിക്കാറ്റ്, പാറക്ഷാമം, തുറമുഖ വിരുദ്ധ സമരം തുടങ്ങി വെല്ലുവിളികൾ പലതായിരുന്നു. പ്രശ്നങ്ങളെല്ലാം ഒരുവിധം തരണം ചെയ്ത് നിർമ്മാണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 12-നെത്തിയ ആദ്യ കപ്പലിന് 15-ന് സർക്കാർ ഗംഭീര വരവേൽപ്പ് നൽകി. ക്രെയിനുമായി പിന്നെയും കപ്പലുകളെത്തി. അടുത്ത മാസം ഇനിയും കപ്പലുകൾ എത്തും. ഇപ്പോൾ മെയ്യിൽ നിർമ്മാണം പൂർത്തിയാക്കി ഡിസംബറിനുള്ളിൽ കമ്മീഷൻ ചെയ്യാനാണ് തീരുമാനം. സംസ്ഥാന ബജറ്റ് തന്നെ വിഴിഞ്ഞത്തിൽ ഊന്നിയാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. ഭാവി വികസനം കണക്കിലെടുത്ത് 10,000 ഏക്കർ സ്ഥലമെങ്കിലും വിഴിഞ്ഞത്ത് ഏറ്റെടുക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. മീഡിയ 1, തിരുവനന്തപുരം.